ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ തടഞ്ഞുവെച്ച ഓണറേറിയം നൽകാൻ ഉത്തരവായി. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്ന കെ രവി നമ്പൂതിരിയുടെ അപേക്ഷയിലാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയ PN പണിക്കരുടെ സ്മരണയിൽ ഇന്ന് വായനാ ദിനം. 1000 പുസ്തകങ്ങൾ കൊടുങ്ങല്ലൂരിലെ പെൺപള്ളിക്കൂടത്തിന് സമ്മാനിച്ച് കൊടുങ്ങല്ലൂരിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. പുതുക്കാട് സെന്ററിലെ തട്ടുകടയിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ തടഞ്ഞുവെച്ച ഓണറേറിയം നൽകാൻ ഉത്തരവായി. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്ന കെ രവി നമ്പൂതിരിയുടെ അപേക്ഷയിലാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ തടഞ്ഞുവെച്ച ഓണറേറിയവും സിറ്റിംഗ് ഫീസും നൽകാൻ ആവശ്യപ്പെട്ട് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PD രാജൻ ഉത്തരവിറക്കി. ഓണറേറിയം ഇനത്തിൽ 3,06,000 രൂപയും സിറ്റിംഗ് ഫീ ഇനത്തിൽ 20,750 രൂപയും നൽകണമെന്നാണ് കെ രവി നമ്പൂതിരി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 15 ദിവസത്തിനകം തുക കണക്കാക്കി കെ രവി നമ്പൂതിരിക്ക് കൈമാറണം എന്ന് ഉത്തരവിൽ പറയുന്നു. ഉത്തരവിൽ വീഴ്ച വരുത്തിയാൽ 8% പലിശ സഹിതം നൽകേണ്ടി വരും. 2015-2020 കാലയളവിലേക്ക് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ രവി നമ്പൂതിരിക്കും എതിരെ മത്സരിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KA ബൈജുവിനും തുല്യ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പ് വേണ്ടിവന്നു. കെ രവി നമ്പൂതിരിക്ക് അനുകൂലമായാണ് നറുക്ക് വീണത്. തുടർന്ന് കെ രവി നമ്പൂതിരിയുടെ നോമിനേഷനിൽ നേരത്തെ പഞ്ചായത്തിനെതിരെ ധർണ നടത്തിയ കേസിൽ പിഴയൊടുക്കിയ 200 രൂപയുടെ വിവരം സൂചിപ്പിച്ചിരുന്നില്ലെന്ന് കാണിച്ച് KA ബൈജു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കെ രവി നമ്പൂതിരിക്ക് അനുകൂല വിധി വന്നതോടെ ബൈജു പിന്നീട് ജില്ലാ കോടതിയെ സമീപിച്ചു. ജില്ലാ കോടതി രവി നമ്പൂതിരിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഇതിനെതിരെ കെ രവി നമ്പൂതിരി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ജില്ലാ കോടതിയുടെ വിധി അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച് പഞ്ചായത്ത് അംഗമായി തുടരാനുള്ള അനുമതി കെ രവി നമ്പൂതിരി നേടിയെങ്കിലും ജില്ലാ കോടതിയുടെ വിധിപ്രകാരം ഓണറേറിയം ലഭിച്ചില്ല. തടഞ്ഞുവെച്ച ഓണറേറിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ രവി നമ്പൂതിരി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ഭരണസമിതി മനഃപൂർവ്വം ഓണറേറിയം തടഞ്ഞു വയ്ക്കുകയായിരുന്നുവെന്നാണ് ഓംബുഡ്സ്മാന് നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓണറേറിയവും 18 മാസത്തെ ഓണറേറിയവും അതുമാതിരി തന്നെ സിറ്റിംഗ് ഫീ കിട്ടാനുണ്ട്, അത് കിട്ടണം. 3,06,000 രൂപ ഓണറേറിയവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സമയത്ത് ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ്, നിലവിലുള്ള വൈസ് പ്രസിഡന്റ് ഓണറേറിയവും അതുമാതിരി തന്നെ സിറ്റിംഗ് ഫീ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തു. അവർ പല പ്രാവശ്യം കൊടുത്തിട്ടും അത് അംഗീകരിച്ചില്ല. അതിനെതിരെ ഞാൻ ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു. തൃശ്ശൂർ ജോയിൻറ്റ് ഡയറക്ടർ അതിലേക്ക് മറുപടി അവരുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു. ഓംബുഡ്സ്മാനിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ഓംബുഡ്സ്മാൻ വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഹൈക്കോടതി വിധി റദ്ദ് ചെയ്ത സമയത്ത് പഞ്ചായത്ത് മെമ്പറാവാൻ ഉള്ള അവകാശവും അതിനെല്ലാം ഉണ്ട്. അതായത് ഒപ്പിട്ട കമ്മിറ്റികളിലെ അല്ലെങ്കിൽ അന്നത്തെ ഓണറേറിയവും സിറ്റിംഗ് ഫീയും അനുവദിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് 15 ദിവസത്തിനകം ഓർഡർ പഞ്ചായത്തിൽ വന്ന് 15 ദിവസത്തിനകം എനിക്ക് ഓണറേറിയവും സിറ്റിംഗ് ഫീയും തരണമെന്നും ഇല്ലാത്ത പക്ഷം 8% പലിശയോടുകൂടി എനിക്ക് തരേണ്ടതാണെന്നും പറഞ്ഞിട്ടാണ് ഓർഡർ. 2018 ജൂൺ മുതൽ 2020 നവംബർ വരെയുള്ള ഓണറേറിയം നൽകണമെന്നായിരുന്നു ആവശ്യം. രവി നമ്പൂതിരി ഈ കാലയളവിൽ പഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമായിരുന്നു. മീഡിയ ടൈം, മാള. ഇന്ന് ദേശീയ വായനാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചു. ഐരാണിക്കുളം GHSS സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വാളൂർ NSHS റിട്ടയർഡ് HM ദീപു N മംഗലം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു.
കൂഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PS സന്തോഷ് കുമാർ, CP ശ്രീനിവാസൻ, KK വിജയൻ, അമൃത ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. വായനാ ദിന പ്രതിജ്ഞ, PN പണിക്കർ അനുസ്മരണം, പ്രസംഗം, മാതൃകാ വായന, കാവ്യാലാപനം എന്നിവ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. മാള NK വാസു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ലൈബ്രറി ജില്ലാ കൗൺസിൽ അംഗം KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം വായനയ്ക്ക് വേണ്ടി ഒത്തുചേരാനുള്ള ഒരു പൊതു ഇടങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് PN പണിക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 18-20 വയസ്സ് പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഒരു ആൽത്തറയിൽ വിളിച്ചു കൂട്ടി അവിടെ തുടങ്ങിയതായിരുന്നു ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറി. ഇന്ന് കേരളത്തിലെ വലിയ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന രീതിയിൽ സംസ്ഥാനത്ത് 10,000-കണക്കിന് വായനശാലകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വായനശാലകൾക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിന് പുസ്തകം വാങ്ങാനുള്ള ഗ്രാൻഡ് മറ്റും കൊടുക്കും. വായനശാല പ്രസിഡന്റ് ഷീബ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. TN വിജയൻ, CR പുരുഷോത്തമൻ, ബഷീർ തെക്കത്ത് എന്നിവർ സംസാരിച്ചു. പൊയ്യ മഠത്തുംപടി NSLP സ്കൂളിൽ വായന മാസാചരണവും മധുരം മലയാളം പദ്ധതി ഉദ്ഘാടനവും നടന്നു. തൃപ്പേക്കുളം സുരേഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ EK മോഹനൻ, PK മനോജ്, പ്രധാന അധ്യാപിക PP മിനി, മാള BPC ലിജു, PTA പ്രസിഡന്റ് TA മനോജ് കുമാർ, സുജൻ പൂപ്പത്തി, TK അമ്പിളി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ GLPHSൽ വായനാ ദിനാചരണം നടന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വായിക്കുന്നതിനായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ബക്കർ മേത്തല നിർവഹിച്ചു. PTA പ്രസിഡന്റ് KA അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SMC ചെയർമാൻ റസാഖ്, പ്രധാനാധ്യാപിക മുംതാസ്, സീനിയർ അസിസ്റ്റന്റ് സ്മിത അനൂപ് എന്നിവർ സംസാരിച്ചു. പാലിയംതുരുത്ത് വിദ്യാർത്ഥിദായിനി UP സ്കൂളിന്റെ വായനാ ദിനാചരണം നടന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റും ഗായകനുമായ ഡോക്ടർ ബെനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റെനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷീന, വിദ്യാർത്ഥിദായിനി സഭാ പ്രസിഡന്റ് MS വിനയകുമാർ വായനാ ദിന സന്ദേശം നൽകി. വായനാ ദിന പ്രവർത്തനങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം സഭാ സെക്രട്ടറി EN രാധാകൃഷ്ണൻ നിർവഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക സ്വീകരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ KD വിക്രമാദിത്യൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഷീന, PTA വൈസ് പ്രസിഡന്റ് CS ലോറൻസ്, ലക്ഷ്മി നാരായണൻ, നീതു, MPTA ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽ, MPTA വൈസ് ചെയർപേഴ്സൺ പ്രജിത സുമേഷ് എന്നിവർ സംസാരിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനാ ദിനാചരണം നടന്നു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജ് മലയാളം വിഭാഗം HOD സുരേഷ് നായർ ഉദ്ഘാടനം ചെയ്തു. ആ മാഷയെ ഞാനിപ്പോൾ തീർച്ചയായും അനുസ്മരിക്കാറുണ്ട്. ഈ പ്രസംഗം അദ്ദേഹത്തിന് കൂടിയുള്ള അനുസ്മരണമായി മാറുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് മനംകൊളുത്താണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലുമല്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക്, നമ്മളും നിങ്ങളും പറഞ്ഞത് നമ്മുടെ പേരാണ്. അതക്കാലം പേര് ഒരു നിശ്ചയം ഉണ്ടല്ലോ. പേര് പറയും, അച്ഛൻ്റെയോ അമ്മയുടെയോ വീടിൻ്റെ പേരോ ചേർത്ത് നമ്മളൊരു നിശ്ചയം പറയും. അതൊക്കെ അക്കാലം, അത് ആ കാലം. മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞമ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൺസ് ലിഗോറി, ഡയറക്ടർ ഫാദർ വിൽസൺ തറയിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ AR ചന്ദ്രബോസ്, VA മധു എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂൾ മുൻ മലയാളം അധ്യാപകൻ KS ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നികിത K വിനോദ് കുമാർ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലി. പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, K മധു, സംഗീതാധ്യാപകൻ R കൃഷ്ണരാജ്, അഞ്ജന S മേനോൻ എന്നിവർ സംസാരിച്ചു. KN സഫ്ന വായനാ ദിന പ്രസംഗം നടത്തി. പുസ്തകാസ്വാദനം, കവിതാലാപനം, ഗാനാലാപനം, ആസ്വാദനക്കുറിപ്പ്, അക്ഷരമരം നിർമ്മിക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കരൂപ്പടുന്ന GLP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വാരത്തിന് തുടക്കമായി. GKV HSS ഏറിയാട് മുൻ അധ്യാപകനും ഭാഷാ പണ്ഡിതനുമായ കലാകുമാർ വായനാവാരം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ചു. HM വഹീദ, സീനിയർ അധ്യാപിക ശോഭന, MPTA പ്രസിഡന്റ് അൻഷിത, സിജി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള.
പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത്. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത്. ദേശീയപാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, പുതുക്കാട്. ആഴിയോളം പരപ്പുള്ള 1000 പുസ്തകങ്ങൾ കുഞ്ഞു വായനക്കാരിലേക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ N മാധവൻകുട്ടിയുടെ മലയാള പുസ്തകശേഖരം ഇനി കൊടുങ്ങല്ലൂരിലെ പെൺപള്ളിക്കൂടത്തിന് സ്വന്തം. N മാധവൻകുട്ടി തന്റെ പക്കലുള്ള 1000ഓളം മലയാളം പുസ്തകങ്ങളാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വായനാ ദിന സമ്മാനമായി നൽകിയത്. പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാര ഉൾപ്പെടെയാണ് മാധവൻകുട്ടി വിദ്യാലയത്തിന് കൈമാറിയത്. താൻ ചെറുപ്പകാലം മുതൽക്കേ സമാഹരിച്ച പുസ്തകങ്ങൾ N മാധവൻകുട്ടി കരുതലോടെ കാത്തു സൂക്ഷിച്ചു വരികയായിരുന്നു. പലവട്ടം വായിച്ചു തീർത്ത പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണമെന്ന ആഗ്രഹമാണ് ഈ പുസ്തകശേഖരത്തെ വിദ്യാലയത്തിൽ എത്തിച്ചത്. ഐതിഹ്യമാല മുതൽ കേരള ചരിത്രം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുള്ള പുസ്തകങ്ങളാണ് N മാധവൻകുട്ടിയുടെ ശേഖരത്തിലുള്ളത്. വായനാ ദിനത്തിൽ KKTM GGHSSൽ നടന്ന ചടങ്ങിൽ പുസ്തകശേഖരം വിദ്യാലയത്തിന് കൈമാറി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. പുസ്തകശേഖരം സമ്മാനിച്ച N മാധവൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, MPTA പ്രസിഡന്റ് സനിത അനീഷ്, സീനിയർ അസിസ്റ്റന്റ് M സീന, ലൈബ്രറി ഇൻചാർജ് നിലീന, PTA വൈസ് പ്രസിഡന്റ് ജിൻസി സമീർ, SMC വൈസ് ചെയർമാൻ ചിഞ്ചു ഷാജൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന അന്നമനട അത്താണി റോഡിലെ കുഴികൾ അടച്ച് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പാലിശ്ശേരി ഭാഗത്ത് റോഡിലെ വലിയ കുഴികളിൽ വീണ് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഗതാഗത യോഗ്യമല്ലാത്ത ദുരവസ്ഥയിലാണ് ഇന്ന് കേരളം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12 കൊല്ലം മുമ്പ് UDF MLA TN പ്രതാപൻ നിർമ്മിച്ച ഈ റോഡ്, അതിനുശേഷം ഈ റോഡിലൊരു മെയിൻ്റനൻസോ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികളോ നടത്താതെ ഈ റോഡ് ഈ രീതിയിൽ താറുമാറാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും അതുപോലെ പ്രാദേശിക സർക്കാരായിട്ടുള്ള പഞ്ചായത്തിനും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇവർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവർക്ക് സമരം ചെയ്താൽ, ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചാൽ മാത്രമേ അവർ എന്തെങ്കിലും ചെയ്യുന്നുള്ള സ്ഥിതിയിലാണിപ്പോൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ജംഗ്ഷനിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന 2 സമരങ്ങൾ. ആ സമരങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകത്തക്ക നിലയിലുള്ള സൗകര്യം PWD ഒരുക്കിയത്.
യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ജോസ് അന്നമനട, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ തിലകൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് ടി കെ രമേശൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ശരത് മോഹൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പി എസ് മധു, വി എ ഫസലുദ്ദീൻ, വാർഡ് പ്രസിഡന്റ് വി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാള സർക്കാർ മോഡൽ LP സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ, പ്രധാന അധ്യാപിക PA ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു. CPIM മാള ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധം കെട്ടഴിച്ചുവിട്ട് ലോകത്തിലെ ഇറാനിലെ ജനതയെ, സമാധാനകാംക്ഷികളായ ജനങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു ലോകയുദ്ധത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ആണ് ഈ പോക്ക് എന്നത് തർക്കരഹിതമായ വസ്തുതയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് തെമ്മാടി രാഷ്ട്രം എന്ന പദവിക്ക് അർഹമാണ്. പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. CPIM കൊടകര സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, നേതാക്കളായ CM ബബീഷ്, KC ജെയിംസ്, PR പ്രസാദൻ, അമ്പിളി സോമൻ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത CP ജോസിന് സ്വീകരണം നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോർജ് സംഘടനാ നേതൃത്വ ക്ലാസ് നയിച്ചു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് TM യോഹന്നാൻ, ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ്, ട്രഷറർ VK ജോഷി, വനിതാ വേദി കൺവീനർ CC വത്സല, KK അപ്പുകുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. CPI നേതാവും കൊടുങ്ങല്ലൂർ മുൻ നഗരസഭ ചെയർമാനുമായിരുന്ന PA ഗോപിയുടെ 6ാം ചരമദിനം ആചരിച്ചു. CPI പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബ്രാഞ്ചുകളിൽ പുഷ്പാർച്ചനയും നടന്നു. രാവിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി VR സുനിൽകുമാർ MLA, PP സുഭാഷ്, CC ബിപിൻ ചന്ദ്രൻ, BB രതീഷ്, സുമാ ശിവൻ എന്നിവർ സംസാരിച്ചു. CPI പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി TR ജിതിൻ, EC അശോകൻ, EG ഷീബ, ശ്യാംകുമാർ, MU ഷിനിജ, സഹഫ് BH ഗഫൂർ, ആകാശ് PS എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ തടഞ്ഞുവെച്ച ഓണറേറിയം നൽകാൻ ഉത്തരവായി. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്ന KK രവി നമ്പൂതിരിയുടെ അപേക്ഷയിലാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയ PN പണിക്കരുടെ സ്മരണയിൽ ഇന്ന് വായനാ ദിനം. 1000 പുസ്തകങ്ങൾ കൊടുങ്ങല്ലൂരിലെ പെൺപള്ളിക്കൂടത്തിന് സമ്മാനിച്ച് കൊടുങ്ങല്ലൂരിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. പുതുക്കാട് സെന്ററിലെ തട്ടുകടയിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.